ഹായ് ഫ്രണ്ട്സ്, എപ്പോഴും നമ്മൾ മാംഗോ ജ്യൂസും മാംഗോ ഷേക്കൊക്കെ അല്ലേ പരീക്ഷിക്കുന്നേ. ഇപ്രാവശ്യം നമുക്കൊരു മാങ്ങച്ചാർ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ മാങ്ങ നന്നായി കുഞ്ഞിതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർക്കണം. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ടാൽ മതി. ഞാൻ ചേർത്തത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ, കാരണം ആ പൊടികളെല്ലാം ആ മാങ്ങയിൽ നന്നായി പിടിക്കുവാനുള്ള സമയം കിട്ടും. ഇത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ മാങ്ങച്ചാറാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ, ഈ കൊച്ചിൻ്റെ വീഡിയോ എന്താണ് എപ്പോഴും മാങ്ങയുടെ പീസ് ചെയ്തിട്ടാണല്ലോ എന്ന്. കാരണം ഇത് വീട്ടിലുണ്ടായ മാങ്ങ കഴിഞ്ഞ ആഴ്ചയിലാണ് പൊട്ടിച്ചത്. അപ്പോൾ പിന്നെ മാങ്ങ കൊണ്ട് എന്തെല്ലാം പരീക്ഷിക്കാൻ പറ്റും, നമ്മൾ അതെല്ലാം പരീക്ഷിക്കണം. പറഞ്ഞ് കാട് കയറിയല്ലേ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഇടുക. എണ്ണ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എണ്ണയിലേക്ക് കടുകും ഉലുവയും ഇടുക. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യുക. എന്നിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ ആഡ് ചെയ്ത് അത് നന്നായി ഇളക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ച മാങ്ങ അതിലേക്ക് ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ, എല്ലാവരും ട്രൈ ചെയ്യണേ.